നമസ്കാരം. സംഭവബഹുലമായ ഒരു വാർത്താ വർഷത്തിന് തിരശ്ശീല വീഴുകയാണ്. ലോകമാകെ ശ്രദ്ധിച്ച, രാജ്യം ചർച്ച ചെയ്ത, നാട്ടിൻ പുറങ്ങളിൽ ചൂടൻ ചർച്ചയായ നിരവധി വാർത്തകളുണ്ടായി. അറിവും ആഘോഷവും മലയാളികൾക്ക് 24 ആദ്യം സമ്മാനിച്ച ഒട്ടേറെ നിമിഷങ്ങൾ. പോയ വർഷം പ്രേക്ഷകരിൽ 24നെ കൂടുതൽ ആഴത്തിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇനി. സ്വാഗതം 23/24. ഓരോ വാർത്തയിലേക്കും ഒരു നീണ്ട യാത്രയുണ്ട്. സംഭവങ്ങളുടെ കാരണങ്ങൾ തേടിയുള്ള യാത്ര. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ചരിത്രം ചികഞ്ഞ് പല വഴികളിലൂടെ. കേട്ടുപറയാതെ നേരിട്ട് കണ്ടറിഞ്ഞ് അറിയിക്കാനുള്ള ഒരു സഞ്ചാരം. അവിടെ അതിർത്തികളും അപകടമുനമ്പുകളും ഒന്നും ഒരു പ്രശ്നമാകുന്നില്ല. ജീവിതം കണ്ടറിഞ്ഞ് നേരോടെ പറഞ്ഞ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടുകൾ. റഷ്യൻ അധിനിവേശത്തെ തുടർന്നുള്ള യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷത്തോടടുക്കുന്നു. അശാന്തിയുടെ ആദ്യ നാളുകളിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരുടെ മടക്കമാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. 2023 യുക്രൈൻ യുദ്ധഭൂമിയിലേക്ക് 24 വീണ്ടും കടന്നു ചെന്നു. ഭയമാണ് ആൾക്കാരുടെ മുഖത്ത്. ഏത് നിമിഷമാണ് ഈ എയർ അലേർട്ട് വരുന്നത് എന്നറിയാൻ പാടില്ല. എയർ അലേർട്ട് വന്നാൽ അവരവർക്ക് ബിൽഡിങ്ങുകൾ, ബങ്കറുകൾ ഉണ്ടെങ്കിൽ ബങ്കറുകളിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും 2 ഭിത്തികളുടെ ഇടയ്ക്ക് അവർ നിൽക്കണം എന്നാണ് പറയുന്നത്. അവസാനിക്കാത്ത റഷ്യൻ ആക്രമണങ്ങൾക്കിടയിൽ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് യുക്രൈൻ. നഷ്ടപ്പെട്ട മേഖലകൾ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിനൊപ്പം യുദ്ധം ബാക്കിയാക്കിയ ദുരിതത്തിനിടയിലും അതിജീവന പാതയിലാണ് യുക്രൈൻ ജനത. ഗാസയിൽ ഇസ്രയേൽ ശക്തമായിട്ടുള്ള ആക്രമണം തുടരുകയാണ്. വളരെ ശക്തമായിട്ടുള്ള ആക്രമണം, വലിയ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട്, മനുഷ്യജീവൻ എടുത്തുകൊണ്ട്, കുഞ്ഞുങ്ങളുടെ കുരുതിക്കളമായി ഗാസയെ മാറ്റിക്കൊണ്ട് ഒക്കെയാണ് മുന്നേറുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട പശ്ചിമേഷ്യൻ സംഘർഷ ചരിത്രത്തിലെ വിനാശകരമായ വഴിത്തിരിവായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലുണ്ടായത്. ലോകം ഞെട്ടിയ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് മറുപടിയായി ഗസയിൽ കൂട്ടക്കുരുതി നടത്തുകയാണ് ഇസ്രയേൽ. പടുതിരി പോലെ എരിയുന്ന ഗസ. ദുരന്തഭൂമിയിലെത്തിയ ആദ്യ മലയാള ചാനലായ 24 യുദ്ധത്തിന്റെ നേർചിത്രം പകർത്തി. അയൺ ഡോം ഈ റോക്കറ്റുകളെ തകർക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ശബ്ദം പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. ഇത് കഴിഞ്ഞ സാധാരണഗതിയിൽ ഇത്ര വലിയ രീതിയിൽ ഇങ്ങനെയൊരു ഇതില്ലായിരുന്നു. ഇന്നിപ്പോൾ ദിവസങ്ങൾ കഴിയും തോറും ഇതിന്റെ കൂടുതൽ അയൺ ഡോം അലർട്ടുകൾ വരുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമാണ് ജൂൺ 2 ഒഡീഷയിലെ ബാലസോറിലുണ്ടായത്. ബഹനാഗ ബസാർ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിയിടിയിൽ പാളം തെറ്റിയ ബോഗികളിൽ നിന്ന് 296 ജീവനുകളാണ് ചിതറിത്തെറിച്ചത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും ഉറ്റവരെ തിരഞ്ഞ് അലമുറയിടുന്ന മനുഷ്യരെയും കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന്റെ ഓരോ നിമിഷവും ഇമജിമ്മാതെ 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ആശുപത്രികൾക്ക് പുറത്തൊട്ടിച്ച നോട്ടീസ് ബോർഡുകളിലെ ഫോട്ടോകളിൽ കാണാതായ ഉറ്റവരെ തേടുന്ന 100 കണക്കിന് പേർ ഇന്നും സങ്കട കാഴ്ചയായി അവശേഷിക്കുകയാണ്. രാജ്യം ശ്വാസമടക്കിപ്പിടിച്ച് ഒരു തുരങ്കത്തിലേക്ക് കണ്ണുനട്ട നവംബർ. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയത് 41 തൊഴിലാളികൾ. പല നാടുകളിൽ നിന്ന് പ്രിയപ്പെട്ടവർ മടങ്ങിവരുന്നതും കാത്തുന്നവർക്ക് ആശ്വാസമായി ആദ്യമെത്തിയ വാർത്താസംഘം 24. പ്രതീക്ഷയുടെയും പ്രതിസന്ധികളുടെയും നിമിഷങ്ങൾ കടന്ന് 41-ൽ അവസാനത്തെയാളും പുറത്തെത്തും വരെ 24 ദൗത്യത്തിനൊപ്പം നിന്നു. So I'm happy that at the end of it we have been able to succeed and get all 41 workers safely out. രാജ്യസുരക്ഷയിലെ ജ്വലിക്കുന്ന ഏടാണ് കാർഗിൽ. യുദ്ധവിജയത്തിന്റെ ഓർമ്മ പുതുക്കി ജൂലൈ 26. കാർഗിൽ വിജയ് ദിവസിൽ ധീരജവാന്മാർക്ക് ആദരവുമായി ആ പോരാട്ടഭൂമിയിലെത്തി 24. അതിർത്തിയിലെ തന്ത്രപ്രധാന മേഖലകളായ ടൈഗർ ഹിൽസ് ഉൾപ്പെടെ മലയാളി പ്രേക്ഷകർ 24-ലൂടെ കണ്ടു. പുഷ്പവൃഷ്ടിയും ലഡാക്ക് സ്കൗട്ടിന്റെ ബാൻമേളവും MiG-29 വിമാനങ്ങളുടെ ഫ്ലൈ പാസ്റ്റും തത്സമയം. 60 ദിവസത്തിലേറെ നീണ്ടുനിന്ന ഐതിഹാസിക പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യൻ സേന കാർഗിൽ തിരിച്ചുപിടിച്ചത്. നിരവധി സൈനികർ ജീവത്യാഗം ചെയ്തു. അവർക്ക് വേണ്ടി എരിയുന്ന അഗ്നിയാണിത്. ഇത് ഓരോ ഇന്ത്യൻ പൗരന്റെയും മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ട ദേശസ്നേഹത്തിന്റെ അഗ്നി കൂടിയാണ്.
കേരളത്തിന്റെ കണ്ണീർക്കയമായി താനൂർ മാറിയ മെയ് മാസം. പൂരപ്പുഴയിലെ തൂവൽ തീരത്ത് ബോട്ട് മറിഞ്ഞ അപകടത്തിൽ പൊലിഞ്ഞത് 22 ജീവനുകൾ. അതിൽ 15 കുട്ടികൾ. അനുമതിയില്ലാതെ രൂപമാറ്റം വരുത്തിയ ബോട്ട് അപകടത്തിലായപ്പോൾ അണപൊട്ടിയ രോഷം. നിലവിളികൾക്കിടയിലും കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ ജനം 24-ലൂടെ പ്രതികരിച്ചു. ഇന്നലെ വൈകുന്നേരം മുതൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ കണ്ണീർ നോവായ കണ്ണീർ തീരമായ തൂവൽ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഇവിടുത്തെ നാട്ടുകാരുമായി സംസാരിക്കലുണ്ടായി. ആ 100 രൂപ, ഒരാളെ 100 രൂപ, ആ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ആൾക്കാരെ കൊന്നത്. കേരള പോലീസ് അന്വേഷിക്കുന്ന വ്യാജരേഖ കേസ് പ്രതി എബിൻ സി രാജ പഠിപ്പിക്കുന്ന മാലദ്വീപിലെ സ്കൂളാണ് ഈ കാണുന്നത്. നാട്ടിൽ കേരള പോലീസ് എബിൻ സി രാജിനു വേണ്ടി അന്വേഷണം പൊടിപൊടിക്കുമ്പോൾ ദ്വീപ് രാജ്യത്ത് സ്വൈര്യവിഹാരം നടത്തുകയാണ് ഇയാൾ. കേരളം ഏറെ നാൾ ചർച്ച ചെയ്തതായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും ബിരുദ സർട്ടിഫിക്കറ്റും പുറത്തുവന്നു. കായംകുളത്തെ SFI മുൻ നേതാവ് നിഖിൽ തോമസ് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച വഴിതേടിയുള്ള അന്വേഷണം റായ്പൂരിലെ കലിംഗ സർവകലാശാലയിലേക്കും പിന്നെ മാലിദ്വീപും വരെ നീണ്ടു. നിഖിലിനെ തെരഞ്ഞ് മാലിദ്വീപിലെത്തിയ 24 സംഘം അധ്യാപക റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് വരെ വെളിച്ചത്തു കൊണ്ടുവന്നു. നീതി നിഷേധങ്ങൾക്കെതിരായ നിരവധി പോരാട്ടങ്ങൾ കഴിഞ്ഞ വർഷം കേരളം കണ്ടു. കോഴിക്കോട്ടെ ഹർഷിനെ പോലെ 24-ൽ ആദ്യം പ്രതീക്ഷയർപ്പിച്ചവർ ഏറെയാണ്. അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ നിരന്തരം വാർത്തകളിലൂടെ ഇടപെടലുകൾ ഉറപ്പാക്കി 24. അഞ്ചു വർഷം ഉള്ളിൽ പേറിയ കത്രികയ്ക്ക് കണക്ക് പറയിക്കാനിറങ്ങിയ കോഴിക്കോട്ടെ ഹർഷിനിയുടെ വേദന ആദ്യം പുറത്തുവന്നത് 24-ലൂടെയാണ്. സമരവും അറസ്റ്റും ഉറപ്പുകളും വാഗ്ദാന ലംഘനവും കണ്ട നീതിക്കായുള്ള സമാനതകളില്ലാത്ത പോരാട്ടം. ഈ ഒരു മെഡിക്കൽ കോളേജിന് മുന്നിലിരുന്ന സമരത്തിന്റെ പ്രധാന ഉദ്ദേശം മെഡിക്കൽ കോളേജിൽ നിന്നാണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. സകല അട്ടിമറി ശ്രമങ്ങൾക്കുമൊടുവിൽ 2 ഡോക്ടേഴ്സിനെയും 2 നഴ്സസിനെയും പ്രതിചേർത്ത് പോലീസിന്റെ കുറ്റപത്രം. നീതി നിഷേധത്തിനെതിരായ പോരാട്ടത്തിൽ ആദ്യാവസാനം ഒപ്പം നിന്ന വാർത്താ സംഘം 24 ആണ് ഫസ്റ്റിൽ തന്നെ. അപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ബാക്കിയുള്ളവരും കൂടെ ഏറ്റെടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അപ്പം ഈ മീഡിയ സപ്പോർട്ട് ചെറുതല്ല, അത്രയും നമ്മളെ ഈ ഒരു ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മീഡിയ ആണ്. നമ്മൾ 24 ചാനലിനോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. മലപ്പുറം താനൂരിലെ താമിർ ജിഫ്രിയുടെ മരണത്തിനു പിന്നിൽ കസ്റ്റഡി മർദ്ദനമെന്ന 24 വാർത്ത ശരിവെക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. SI ഉൾപ്പെടെ 8 പോലീസുകാരുടെ സസ്പെൻഷനും CBI അന്വേഷണവും വരെ എത്തിനിൽക്കുന്നു. ഫുട്ബോൾ കളിക്കിടെ വീണ് എല്ല് പൊട്ടിയ 17-കാരന്റെ കൈ മുറിച്ചുമാറ്റിയത് കണ്ണൂർ തലശ്ശേരിയിലാണ്. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ വൈകിയതും ചികിത്സാ പിഴവുമാണ് സുൽത്താൻ ബിൻ സിദ്ദിഖിന് കൈ നഷ്ടമാകുന്ന നിലയിലേക്ക് എത്തിച്ചതെന്ന ബന്ധുക്കളുടെ പരാതി 24-ലൂടെ പങ്കുവച്ചു. അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ വിജുമോനെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം പാലാരിവട്ട സ്വദേശികളുടെ കുഞ്ഞിന് ഇടപ്പള്ളി ഹെൽത്ത് സെന്ററിൽ വാക്സിൻ മാറി നൽകിയത് വാർത്തയാക്കിയത് 24. ഫസ്റ്റ് ഡോസ് വാക്സിനേഷന് പകരം അവർ സെക്കൻഡ് ഡോസ് വാക്സിനേഷനാണ് കുട്ടിക്ക് അറിയാണ്ട് ചെയ്തത്. അതായത് 8 ദിവസം പ്രായമായ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മാസം കഴിഞ്ഞാൽ 6 വീക്സ് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട വാക്സിനേഷൻ ആണ് ആഡ് ചെയ്തത്. വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം. കേരളത്തിൽ നിന്ന് നഴ്സിംഗ് പഠനത്തിന്റെ മറവിൽ ഓരോ വർഷവും അന്യസംസ്ഥാന വിദ്യാഭ്യാസ മാഫിയയും കേരളത്തിലെ ഏജന്റുമാരും തട്ടിയെടുക്കുന്നത് 1000 കോടി രൂപ വരെയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരത്തോടെയാണ് 24 വാർത്താ പരമ്പര ആരംഭിച്ചത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകുന്ന ഏജന്റുമാരെയും വായ്പാ തട്ടിപ്പിന്റെ പല വഴികളും അമിത ഫീസും അംഗീകാരമില്ലാത്ത കോളേജുകളിലെ അഡ്മിഷനും തുടങ്ങി നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ ചതിക്കുഴികൾ, പഠനത്തട്ടിപ്പും പകൽക്കൊള്ളയും എന്ന പരമ്പര വെളിച്ചത്തു കൊണ്ടുവന്നു. മലയാളി വിദ്യാർത്ഥികളെ കർണാടകയിലെത്തിക്കുന്ന ഏജന്റുമാരെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ. തെറ്റിദ്ധരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ ചാക്കിട്ട് കൊണ്ടുപോകുന്ന അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏജൻസികൾ നിരോധിക്കുകയോ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്.
കുടകിലെ തോട്ടങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയ വയനാട്ടിലെ മനുഷ്യരുടെ ദുരൂഹ മരണങ്ങളെക്കുറിച്ച് 24 വാർത്താ പരമ്പര 2 ആഴ്ച നീണ്ടു. കർണാടക സർക്കാരുമായും പോലീസ് മേധാവിമാരുമായും വിഷയം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഇടപെടലുണ്ടായി. ബാവലി സ്വദേശി ബിനീഷിന്റെ ദുരൂഹ മരണത്തിലും അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. തൃശൂർ മലക്കപ്പാറയിലെ ആദിവാസി ഊരുകളിലെ ദുരിത ജീവിതങ്ങളുടെ നേർസാക്ഷ്യമായിരുന്നു ഇവരും മനുഷ്യരാണ് എന്ന 24 വാർത്താ പരമ്പര. ആശുപത്രിയും വഴിയും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമുതൽ ആദിവാസികൾ ചൂഷണം ചെയ്യപ്പെടുന്നതടക്കം 24 സംഘം പുറംലോകത്തെ അറിയിച്ചു. ഒടുവിൽ അധികാരികൾ കണ്ണു തുറന്നു. ഉരുൾപൊട്ടൽ ഭീഷണിയിൽ കഴിയുന്ന വീരൻകുടിക്കാരെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഉറപ്പ്. അരേക്കാപ്പ് കോളനിയിലേക്ക് വഴി തുറക്കാൻ നടപടി. ഈ വീരൻകുടിയിലുള്ള ആളുകൾക്ക് നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞണ്ടുചൂട്ടൽ പാറ എന്ന സ്ഥലത്ത് നമ്മൾ 8.7 ഹെക്ടർ ഭൂമി കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുസ്വത്തായ ജലവൈദ്യുതി പദ്ധതികളിലേക്ക് സ്വകാര്യ മേഖലയ്ക്ക് കടന്നുവരാൻ അവസരമൊരുക്കിയ വൈദ്യുതി ബോർഡ് തീരുമാനം 24 ആണ് വാർത്തയാക്കിയത്. സർക്കാരിന് ലഭിക്കേണ്ട റോയൽറ്റി ഉൾപ്പെടെ നഷ്ടമാകുന്ന തരത്തിൽ 25 മെഗാവാട്ടിന് മുകളിലുള്ള പംപ്ഡ് സ്റ്റോറേജ് പദ്ധതികൾക്ക് അനുമതി നൽകാനായിരുന്നു നീക്കം. 24 വാർത്തയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആ നീക്കം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കേരളത്തിന്റെ വൻകിട ജലവൈദ്യുത ഉൽപാദന രംഗത്തേക്ക് സ്വകാര്യ മേഖലയെ കൊണ്ടുവരാൻ നീക്കം നടക്കുന്നതായ വാർത്ത 24 സംപ്രേഷണം ചെയ്ത് ജൂൺ 28-നായിരുന്നു. KSEBയും സ്വകാര്യ സംരംഭകരുമായി ഉണ്ടാക്കിയ കരട് കരാറിലെ വ്യവസ്ഥകളും പുറത്തുവന്നു. സംസ്ഥാന താൽപര്യത്തിന് എതിരായതും കോടികൾ നഷ്ടപ്പെടുന്നതുമായ വ്യവസ്ഥകളാണ് കരട് കരാറിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം ആനയറയിലെ ജനങ്ങളെ മാസങ്ങളോളം ദുരിതത്തിലാക്കിയത് പൈപ്പുകളാണ്. വീടിന് പുറത്തിറങ്ങുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിലെ ആശുപത്രി യാത്രയ്ക്ക് പോലും വെല്ലുവിളിയായ ഭീമൻ പൈപ്പുകൾ നീക്കാൻ 24 വാർത്തയെ തുടർന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെട്ടു. ചെന്നൈയിൽ ഇപ്പോൾ ആ ബെയറിംഗ് മെഷീനുമായി സംയോജിപ്പിച്ചുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കരമാർഗം അത് ലോറിയിലാണ് ഇവിടെ എത്തിക്കുന്നത്. കടൽ കടന്ന് യന്ത്രഭാഗമെത്തി. രാത്രിയും പകലുമായി അതിവേഗം പൈപ്പുകൾ നീങ്ങി. കേരളം ഏറെ ചർച്ച ചെയ്തതാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നുള്ള ഒരു ദൃശ്യം. കാഴ്ചപരിമിതനായ അധ്യാപകനെ വിദ്യാർത്ഥികൾ അവഹേളിച്ച വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങളുണ്ടായി. അധ്യാപകൻ പ്രിയേഷ് സ്വയം തിരുത്തട്ടെ എന്ന നിലപാടെടുത്തെങ്കിലും വിദ്യാർത്ഥികൾ പരസ്യമായി മാപ്പ് പറയണമെന്ന് കോളേജ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടായി. എലത്തൂർ ട്രെയിൻ തീവെപ്പിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ തുടരുന്ന ജ്യോതീന്ദ്രനാഥിന് ദുരിതപർവം താണ്ടാൻ കൈത്താങ്ങായി 24 വാർത്ത. വൻതുക ചെലവായിട്ടും ആദ്യഘട്ടത്തിലേതൊഴികെ കാര്യമായ ചികിത്സാ ധനസഹായം ലഭിച്ചിരുന്നില്ല. KSEBയിൽ ഉദ്യോഗസ്ഥനായ ജ്യോതീന്ദ്രനാഥിന്റെ ശമ്പളത്തോടെയുള്ള അവധി അപേക്ഷ ബോർഡ് തള്ളിയിരുന്നു. 2 ആവശ്യങ്ങളിലും ഇടപെടൽ നടത്തുമെന്ന് സ്ഥലം MLA കൂടിയായ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഉറപ്പ്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് എന്താ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബോർഡിന് എന്താ ചെയ്യാൻ സാധിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരം നേമത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയും പിന്നാലെയുണ്ടായ ബന്ധുക്കളുടെ ആരോപണവും പുറംലോകമറിഞ്ഞത് 24 വാർത്തയിലൂടെ. സ്കൂളിലെ പ്രധാനാധ്യാപിക പരസ്യമായി അധിക്ഷേപിച്ചതിനെ തുടർന്ന് മകൾ ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു മാതാവിന്റെ പരാതി. SC/ST കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോടും വിദ്യാഭ്യാസ വകുപ്പിനോടും റിപ്പോർട്ട് തേടി. ഭിന്നശേഷിക്കാരെക്കുറിച്ചും വനിതകളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും തിരക്കാൻ 1 വർഷത്തിലെങ്കിലും ഒരു നിയമം കൊണ്ടുവരണം. ആലപ്പുഴയിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികൾക്ക് KSEB വഴിവിളക്ക് നിഷേധിച്ചുവെന്ന വാർത്തയിൽ ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടൽ. വികലാംഗ പെൻഷൻ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന കുടുംബത്തിന് സൗജന്യമായി തന്നെ വഴിവിളക്ക് നൽകുമെന്ന് കളക്ടർ VR കൃഷ്ണതേജ 24നോട് പറഞ്ഞു. കോട്ടയത്ത് പോലീസുകാരുടെ തോക്ക് പരിശീലനത്തിനിടെയുണ്ടായ ഗുരുതര പിഴവ് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉന്നം തെറ്റി വീട്ടിൽ പതിച്ച വെടിയുണ്ടയിൽ നിന്ന് വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ നാട്ടകത്ത് ഇനി ഷൂട്ടിംഗ് പരിശീലനം വേണ്ടെന്നും കോട്ടയം SP നിർദ്ദേശം നൽകി. ജീവിതം മാറ്റിമറിച്ച വാർത്തകളുടെ വർഷം കൂടിയാണ് ഈ കടന്നുപോകുന്നത്. കരുണയും കരുതലുമായി 24 വാർത്തകളോട് പ്രതികരിച്ച സുമനസ്സുകൾ നിരവധി പേർക്ക് തണലായി. മങ്ങിയ പ്രതീക്ഷകൾക്ക് നിറം പകർന്ന ഒട്ടേറെ വാർത്തകൾ.
6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സായിട്രസ് നിർമ്മിച്ച വീടുകൾ കൈമാറി. നിർമ്മാണം പൂർത്തിയായ വീടുകൾ കാടുപിടിച്ച് വാസയോഗ്യമല്ലാതെ കിടക്കുന്നത് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളവും വൈദ്യുതിയും റോഡും ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളെല്ലാം അതിവേഗത്തിൽ ജില്ലാ ഭരണകൂടം ഒരുക്കി. കൊല്ലം ജില്ലയിലെ തെന്മല ഗ്രാമപഞ്ചായത്തിൽ മുരുകന്റെയും ശാന്തിയുടെയും ജീവിതം പുറംലോകമറിഞ്ഞത് 24-ലൂടെ. പിള്ളവാദത്തിൽ തടർന്ന മുരുകനെ തോളിലേറ്റി ശാന്തി നടന്ന സങ്കടദൂരം അത്രയും പകർത്തിയ വാർത്ത. വീടിനു വേണ്ടിയുള്ള 10 വർഷത്തെ കാത്തിരിപ്പിന് 24 വാർത്തയിലൂടെ അവസാനമായി. ലൈഫ് പദ്ധതിയിലെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാരനും 4 അംഗ ദളിത് കുടുംബവും തിരുവനന്തപുരം നഗരൂരിൽ പശുത്തൊഴുത്തിൽ അന്തിയുറങ്ങുന്ന വാർത്ത 24 പുറത്തുവിട്ടു. ശ്രീജയുടെയും കുടുംബത്തിന്റെയും ഗതികേടിന് അറുതിയായി. വീട് നിർമ്മാണത്തിന് പണം അനുവദിച്ചതിനൊപ്പം താൽക്കാലികമായി മാറി താമസിക്കാനുള്ള സൗകര്യവും ഒരുങ്ങി. പെൻഷൻ മുടങ്ങി ദുരിതത്തിലായ എറണാകുളം പുത്തൻവേലിക്കരയിലെ ഭിന്നശേഷിക്കാരിയായ ഷൈനിക്കും അമ്മ കുഞ്ഞുമോൾക്കും ആശ്വാസമായി 24 വാർത്ത. ഇരുവരെയും പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ നടപടിയുണ്ടായി. ഒപ്പം ഏക ആശ്രയമായ പെൻഷനും കിട്ടി. കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ ദേഹോപദ്രവമേൽപ്പിച്ച ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. സാമൂഹിക നീതി വകുപ്പിന്റെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും ഇടപെടൽ. 80-കാരി ഏലിയാമ്മ വർഗീസിനോട് ക്രൂരത കാട്ടിയ അധ്യാപിക കൂടിയായ മഞ്ജുമോളെ അറസ്റ്റ് ചെയ്തു. സ്കൂളിലെ ജോലിയിൽ നിന്ന് പുറത്താക്കി. നാലാം തവണയും ആശങ്ക വിതച്ച നിപ്പയെ കേരളം അതിജീവിച്ചു. കോഴിക്കോട് നിപ്പ ബാധിച്ചു മരിച്ച മുഹമ്മദ് അലിയുടെ മകൻ 9 വയസ്സുകാരന് ദിവസങ്ങൾ നീണ്ട ചികിത്സ വേണ്ടിവന്നു ജീവിതത്തിലേക്ക് തിരികെ എത്താൻ. കുട്ടിയുടെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയുടെ ചെലവ് താങ്ങാനാവുന്നില്ലെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ സർക്കാരിന്റെ ഇടപെടലുണ്ടായി. സ്വകാര്യ ആശുപത്രികളിൽ നിപ ചികിത്സയ്ക്ക് പണമടയ്ക്കേണ്ട എന്ന പൊതുനിർദ്ദേശത്തിലേക്കാണ് 24 വാർത്ത വഴി തുറന്നത്. തിരുവനന്തപുരം പനത്തുറയിൽ പാലത്തിന് തറക്കല്ലിട്ട് 37 വർഷമായിട്ടും പദ്ധതി എങ്ങുമെത്തിയില്ലെന്ന 24 റിപ്പോർട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ മെല്ലെപ്പോക്കിനെ തുറന്നുകാട്ടി. മറുകരയെത്താൻ പാലമില്ലാതെ വലഞ്ഞ പനന്തുറ നിവാസികൾക്ക് ആശ്വാസമായി മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടു. ഫോറൻസിക് വിഭാഗത്തിൽ ബിരുദ പഠനം നടത്തിയിരുന്ന കോട്ടയത്തെ ആർഷയ്ക്ക് SBI വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചത് വാർത്തയായി. 24 റിപ്പോർട്ടിൽ നിലപാട് തിരുത്തി ബാങ്ക് അധികൃതർ. ആർഷയുടെ പഠനത്തിനായി വിദ്യാഭ്യാസ വായ്പ SBI അനുവദിച്ചു. ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ റൊമാനിയയിലേക്ക് പോകാൻ പണമില്ലാതെ ബുദ്ധിമുട്ടിയ അഭിരാമിയുടെ ജീവിതം 24 ആണ് വാർത്തയാക്കിയത്. വാർത്തയ്ക്ക് പിന്നാലെ സുമനസ്സുകളുടെ പിന്തുണയിൽ അഭിരാമി റൊമാനിയയിലേക്ക് പറന്നു. അഭിരാമിയുടെ ജീവിതത്തിലെ വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. സർക്കാർ വാഗ്ദാനത്തിൽ പ്രതിമ നിർമ്മിച്ച് പെരുവഴിയിലായ ശില്പി ജോൺസ് കൊല്ലകടവിന് 24 വാർത്തയിൽ ആശ്വാസം. നടൻ സുരേഷ് ഗോപി ബാങ്കിലെ വായ്പ തിരിച്ചടച്ചു. ജപ്തി ഭീഷണി ഒഴിഞ്ഞു. കേരളത്തിൽ സജീവ ചർച്ചയായി മാറിയ നിരവധി പ്രതികരണങ്ങൾ പോയ വർഷം 24-ലൂടെ പുറത്തുവന്നു. വലിയ വാർത്തകൾ ആദ്യമെത്തുന്ന ഇടമായി 24. പോയ വർഷം വലിയ രാഷ്ട്രീയ പോരിന്റെ വേദിയായി മാറി നവകേരള സദസ്സ്. സഞ്ചരിക്കുന്ന മന്ത്രിസഭയെന്ന മുഖവാചകത്തോടെ സർക്കാർ അവതരിപ്പിച്ച പരിപാടി കരിങ്കൊടി പ്രതിഷേധങ്ങളും പോലീസ് ഡിവൈഎഫ്ഐ മർദ്ദനവും കൊണ്ട് ആദ്യാവസാനം വിവാദത്തിലായി. പ്രതിഷേധങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണവും 24-നോട്. നമ്മൾ ഇതിനെ എതിർക്കുന്നവർ രാഷ്ട്രീയമായി എതിർക്കാൻ തയ്യാറായി. അവർ പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അത് കേൾക്കുകയല്ല ചെയ്യുക. വയലാർ അവാർഡ് നേട്ടത്തിന്റെ സന്തോഷം ശ്രീകുമാരൻ തമ്പി ആദ്യം പങ്കുവച്ചതും 24-ലൂടെ. എനിക്ക് എപ്പോഴും കിട്ടേണ്ടത്, എത്രയോ മുമ്പേ കിട്ടേണ്ടത്, മനഃപൂർവ്വം തരാതിരുന്നതാണ്. അതെ, എനിക്ക് ഉറപ്പായിട്ട് അറിയാം. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോട്ടയത്ത് നായക്കാവലിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ വാർത്ത പുറം ലോകമറിഞ്ഞത് 24-ലൂടെ. പോലീസിനെ വട്ടം കറക്കി മുങ്ങിയ റോബിൻ ജോർജിനെ പിടികൂടിയതും ആദ്യമറിയിച്ചത് 24. കൊല്ലത്ത് സൈനികന്റെ ശരീരത്തിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പേര് ചാപ്പകുത്തിയെന്ന പരാതി വലിയ ചർച്ചയായി. എന്നാൽ പരാതി വ്യാജമാണെന്നും
പ്രശസ്തിക്കു വേണ്ടി പറ്റിച്ച പണിയാണെന്നും ആദ്യം പറഞ്ഞത് 24. പ്രേക്ഷകർ ടെലിവിഷനിലും മൊബൈൽ സ്ക്രീനിലും കണ്ണെടുക്കാതെ കാത്തിരുന്ന ദൗത്യങ്ങൾ കൂടിയുണ്ട് പോയ വർഷത്തിൽ. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഓരോ നിമിഷവും പുതിയ വിവരങ്ങൾ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ലക്ഷങ്ങളാണ് 24-നൊപ്പം നിന്നത്. കേരളവും തമിഴ്നാടും ഇളക്കിമറിച്ച അരിക്കൊമ്പന്റെ വിളയാട്ടം പോയ വർഷമായിരുന്നു. ചിന്നക്കനാലിലും ശാന്തൻപാറയിലും ഭീതി പരത്തിയ കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടിയത് ഭഗീരഥ പ്രയത്നമായിരുന്നു. നിയമ നടപടികളിൽ കുരുങ്ങിയ ദൗത്യത്തിനൊടുവിൽ 5 തവണ മയക്കുവെടിവെച്ചാണ് അരിക്കൊമ്പനെ പൂട്ടിയത്. പെരിയാർ ടൈഗർ റിസർവിലെ മുല്ലക്കുടി ഉൾവനത്തിൽ തുറന്നുവിട്ടിട്ടും അവസാനിച്ചില്ല. അതിർത്തി കടന്നുപോയ അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ കമ്പത്തിറങ്ങി വിറപ്പിച്ചു. പിന്നെ തമിഴ്നാടിന്റെ ഊഴം. തേനി ജില്ലയിലെ പൂശാനംപെട്ടിക്കടുത്ത് വെച്ച് 2 ഡോസ് മയക്കുവെടി. മദ്രാസ് ഹൈക്കോടതിയിലെ വ്യവഹാരങ്ങൾക്കൊടുവിൽ അപ്പർ കോതയാറിൽ അരിക്കൊമ്പനെ തുറന്നുവിട്ടു. പിന്നെയും കേരളാതിർത്തിക്ക് സമീപത്തെത്തുമ്പോഴെല്ലാം അരിക്കൊമ്പൻ വാർത്തയിൽ നിറഞ്ഞു. ദൃശ്യങ്ങളും വിവരങ്ങളും ആദ്യമെത്തിച്ചു 24. കൊല്ലം ഓയൂരിലെ 6 വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോകൽ പോലെ അടുത്തെങ്ങും മലയാളിയുടെ ഉള്ളുലച്ച മറ്റൊരു സംഭവമില്ല. 21 മണിക്കൂർ കുഞ്ഞിനെ തെരഞ്ഞോടിയപ്പോൾ ഉറക്കമില്ലാതെ 24 ന്യൂസ് ഡെസ്കും. ഒടുവിൽ കൊല്ലം ആശ്രമ മൈതാനത്ത് നിന്ന് കണ്ടെത്തിയ കുഞ്ഞിന്റെ ദൃശ്യമടക്കം ആദ്യം പ്രേക്ഷകരിലേക്ക്. പ്രതികളെപ്പറ്റി പരന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ പോകാതെ പിടിയിലാകും വരെ കൃത്യമായ വിവരങ്ങൾ മാത്രം പങ്കുവച്ചു 24. എണ്ണി പറയാൻ ഇനിയും ഏറെയുണ്ട്. കലണ്ടർ പേജ് മറയ്ക്കും പോലെ കടന്നു പോകുന്നില്ല ഒന്നും. പുതിയ വർഷത്തിലും വാർത്തകളുടെ കുത്തൊഴുക്കിലും 24 ചേർത്തു പിടിച്ച ജീവിതങ്ങളിൽ കരുതൽ തുടരും. വെറുതെ പറഞ്ഞു പോകാതെ വാർത്തകളിലെ മനുഷ്യസ്പർശമായി പ്രേക്ഷകർക്കൊപ്പം തന്നെയുണ്ടാകും 24 ഇനിയും. പുതിയ വർഷം, പുതിയ പ്രതീക്ഷകൾ. നേരിൻ്റെ വഴിയെ നാടിൻ്റെ ന്യൂസ് ഡെസ്ക് 24.